സാമ്പത്തിക അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയ ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. സാമ്പത്തിക അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയ ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മാർച്ച് 19-നകം ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ തയ്യാറാകണമെന്ന് LDF ചേന്നമംഗലം കമ്മിറ്റി കൺവീനർ ടി. എ. പവിത്രൻ, CPIM ലോക്കൽ സെക്രട്ടറി ടി. ആർ. ലാലൻ, CPI ലോക്കൽ സെക്രട്ടറി കെ. എസ്. ശിവദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VU ശ്രീജിത്ത്, KT ജോർജ് ബാസ്റ്റിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണമാണ് ബാങ്കിൽ നടക്കുന്നത്. DCC അംഗം കെ. ശിവശങ്കരനാണ് ബാങ്ക് പ്രസിഡന്റ്. ബാങ്കിൽ 2 കോടി രൂപയുടെ വായ്പയ്ക്ക് ഈടായി നൽകിയിരുന്ന വസ്തുവിന്റെ ആധാരം വായ്പ നിലനിൽക്കെ ബാങ്കിന് പുറത്തു കൊണ്ടുപോയി മറ്റാളുകൾക്ക് സ്ഥലം വിൽപ്പന നടത്തിയതിൽ ബാങ്കിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും കൂടാതെ നിയമവിരുദ്ധ വായ്പകൾ നൽകിയതിൽ 16.5 കോടി രൂപയുടെ ക്രമക്കേട്, ബാങ്കിന്റെ അക്കൌണ്ടിൽ നിന്നുള്ള പണാപഹരണം, നിയമനത്തിലെ അഴിമതി എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങളാണ് ബാങ്കിനെതിരെ ഉയർന്നത്. ആരോപണങ്ങളിൽ സഹകരണ വകുപ്പ് 2 അന്വേഷണങ്ങൾ നടത്തുകയും ക്രമക്കേട് ശരിവയ്ക്കുകയും ചെയ്തു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിടണമെന്നും ശിവശങ്കരൻ ഉൾപ്പെടെ 20 പേർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് 8 സഹകാരികൾ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് 2023 മെയ് 3-ന് വീണ്ടും പരാതി നൽകിയത്. ആരോപണ വിധേയരിൽ ഭരണസമിതി അംഗങ്ങളും മുൻ സെക്രട്ടറിമാരും ജീവനക്കാരുമുണ്ട്. എന്നാൽ ഈ പരാതിയിലും നടപടി സ്വീകരിക്കാൻ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചേന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ VU ശ്രീജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിലാണ് നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് A. രാജവിജയരാഘവൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.